എൻ്റെ അഭി നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അഭിനയിക്കുവാണോ എന്ന് നമ്മുടെ നവ്യ ചോദിക്കുകയാണ്. എൻ്റെ നവ്യ നീ സംശയിക്കുന്നത് എൻ്റെ അമ്മയും അതുപോലെ അമ്മായിമാരെയൊക്കെ ആയിരിക്കും. പക്ഷേ അവരൊന്നും ഇതിന് ഒരു കാരണക്കാരുമല്ല. ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തോ കടന്നു കൂടിയിട്ടുണ്ട്. അവരൊക്കെ എന്ത് പറഞ്ഞാലും അതേപടി വിഴുങ്ങുന്ന ഒരാളല്ല എൻ്റെ ആദർശേട്ടൻ. ആദർശേട്ടനും മുത്തശ്ശനും അതുപോലെ തന്നെ വലിയച്ഛന്മാരും എല്ലാവരും ഒരിത്തിരി മാന്യത പുലർത്തുന്നവരാണ്. അവരാരും മറ്റേ അപ്പച്ചിമാരും ഒക്കെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാരുമല്ല ഇതിന് പിന്നിൽ. മറ്റെന്തെങ്കിലും സംഭവം ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും ഇടയിൽ നടന്നിട്ടുണ്ടോ എന്നിങ്ങനെ നയന ചോദിക്കുമ്പോഴത്തേക്കിനും നയന മിണ്ടാൻ നിൽക്കുകയാണേ. അത് പിന്നെ മോനോട് ചിലപ്പം ആദർശ മോന് ഒന്നും പറഞ്ഞില്ലെന്നിരിക്കും. എന്നാലും അനിമോനോട് പറയാതിരിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അനിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവനൊന്നും അറിയത്തില്ല എന്നാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുവേ. അത് തന്നെയല്ല, മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ വലിയച്ഛന്മാരും എല്ലാവരും ആദർശേട്ടൻ്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. കാരണം ഒരുപാട് കാലമൊന്നും ആദർശേട്ടന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കനകയും അതുപോലെ നവ്യയും നയനയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി നവ്യനും കൂട്ടിക്കൊണ്ട് ബാബു ഒന്നും പറഞ്ഞിട്ട് പോവുകയാണേ. എന്നാലും പിന്നെ നമ്മുടെ കനക പറയുന്നുണ്ട്, നയന മോളെ നീ ഒരു കത്ത് എഴുതി വെച്ചിട്ട് നീ എന്താണെങ്കിലും വീട് വിട്ട് ഇറങ്ങാൻ പാടില്ലായിരുന്നോ എന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അമ്മ ഇത് പറയുന്നത് എനിക്കറിയാം. പക്ഷേ ഒരു മുറിക്കകത്ത് കിടന്നിട്ട് നട്ടം തിരിഞ്ഞ് നടക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുന്നുണ്ടായിരുന്നേ. ആകെ കൂടെ അവിടെ ഉള്ളത് ആദർശേട്ടൻ്റെ അമ്മയാണ്. എല്ലാവരും കാണുക, അമ്മയോടൊന്നും മിണ്ടാനും പറയാനും പറ്റത്തുമില്ലല്ലോ. അതൊരു ചെറിയ വീടല്ല, വലിയ വീടല്ലേ. അതിനുള്ളിൽ എങ്ങനെയും 19 പേര് കഴിയേണ്ട ഒരു വീടാണ്. അതിനുള്ളിൽ ശ്വാസം മുട്ടി കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല അമ്മയെന്നൊക്കെ ഇങ്ങനെ നയന പറയുമായിരുന്നേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ നിന്നിട്ടും ഒന്നും ഒരു സമാധാനമില്ല കേട്ടോ. കരഞ്ഞുകൊണ്ട് റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നീട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആദർശിനോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആദർശിൻ്റെ റൂമിലേക്ക് വരിക കേട്ടോ. ആദർശ് ഇങ്ങനെ ലാപ്ടോപ്പിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ആദർശേ അവൾ എന്തെങ്കിലും പ്രത്യേക തക്കതായ കാരണം ഉള്ളത് കൊണ്ടായിരിക്കും പോയത്. അവൾക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം തട്ടിയതുകൊണ്ടായിരിക്കുമല്ലോ അവൾ പോയത്. അപ്പം നീ അങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അന്നേരത്തേക്കിനും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരാൾക്കും ഇവിടെ ഒരു സ്ഥാനം ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും ദേവ്യാനി പറയുകയാണ്, അവിടെ നമ്മുടെ ജ്വല്ലറിയിലാണെങ്കിൽ ഒരുപാട് കോടികളല്ലേ അവൾ നേട്ടം ഉണ്ടാക്കി തന്നത്. മറ്റുള്ള കമ്പനിക്കാരോടൊക്കെ കിടപിടിച്ചല്ലായിരുന്നു നമ്മുടെ കമ്പനി മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ അംഗീകാരം അവൾക്ക് നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ദേഷ്യത്തോടെ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ആദർശം ഇങ്ങനെ ചാടി എണീക്കുവാണേ. അവളെ പിടിച്ച് ഇവിടെ നിർത്തണോ? എന്നെ അംഗീകരിക്കാത്ത ഒരാളിനെ പിടിച്ച് ഞാൻ എങ്ങനെ ഇവിടെ നിർത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. അമ്മ എന്തിനാ വെറുതെ അവളുടെ വക്കാലത്തുമായിട്ടൊക്കെ വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മയല്ലേ ഇടയ്ക്കിടയ്ക്ക് അവൾ പിണങ്ങി പോകുമ്പോഴത്തേക്കിനും എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുവാണേ. നിനക്ക് ഉറക്കം കിട്ടുമോടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് കിട്ടുമെന്ന് പറയുവേ. എന്നിട്ട് ദേവേനെ ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുക, അല്ല ശരിക്കും നിൻ്റെ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശം ചോദിക്കേ, അതുതന്നെ എനിക്കും ചോദിക്കാനുള്ളത്, എന്താ അമ്മയുടെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുവേ. നീ മുത്തശ്ശനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മുത്തശ്ശനും രോഗമുണ്ട്. എന്നിട്ട് മുത്തശ്ശന് വേണ്ടിയിട്ടെങ്കിലും നിനക്ക് നല്ല കാര്യം ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശനും പറഞ്ഞു കഴിഞ്ഞു ഞാനും നിൻ്റെ കൂടെയാണെന്ന് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണേ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ പറയും ആളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ. ഈ പറയുന്ന നിൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരിക്കും. ഇന്നലെ ആണെങ്കിൽ ചേട്ടന് ഉറങ്ങിയിട്ടില്ല, അതറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എന്നിട്ട് അച്ഛൻ എന്നോട് അതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചേട്ടന് എന്താണെങ്കിൽ നിൻ്റെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ചേട്ടന് ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്നോട് അച്ഛൻ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, നിൻ്റെ കാര്യത്തിൽ ഞാൻ പിന്തുണയ്ക്കാമെന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അത് തന്നെയല്ല ഇളയച്ചനും പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയുക. അന്നേരത്തേക്കും നമ്മുടെ ദേവേനെ ഓടി ചെന്നിട്ട് ചോദിക്കുവാണ്, എന്നാൽ പിന്നെ നിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുകയാണ്, ഞാനൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണ്. അഡ്വക്കേറ്റിനെ ചെന്ന് കണ്ടിട്ട് നയനയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു നോട്ടീസ് അയക്കാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവേനെ ഞെട്ടുവാണ്. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് അവളോട് വെറുപ്പായിരുന്നു. നിനക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അന്നൊന്നും നീ വക്കീലിനെ കാണാൻ പോയിട്ടില്ലല്ലോ, പിന്നെന്താ ഇപ്പം? അന്ന് അമ്മയ്ക്കൊക്കെ വെറുപ്പായിരുന്നു അവളോട്. എന്നാൽ ഇപ്പം എന്താ വെറുപ്പില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അവിടെ ദേവേനെ പറയണേ, അത് പിന്നെ ഇപ്പം മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ വലിയ സ്നേഹമാണ് അവളോട്.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളെ ഒഴിവാക്കുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ നോക്കുന്നുണ്ടേ. അവൾക്കൊപ്പം ഒന്നിച്ച് ജീവിക്കാനായിട്ട് എനിക്കിനി പറ്റത്തില്ല അമ്മ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനിയുടെ മുഖഭാവം അങ്ങ് പെട്ടെന്ന് മാറുന്നതൊക്കെ ഇങ്ങനെ ആദർശ് കാണുവാണേ. അവളുടെ ഒപ്പം ജീവിക്കാനായിട്ട് നിനക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല ആദർശേ, നീ പറ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എനിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ ഇനി അമ്മ പേടിക്കണ്ട, അവളില്ലെന്ന് കരുതി ഞാൻ ഇനി ഒരു ദിവസം പോലും ഉറങ്ങാതിരിക്കത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എന്നാൽ എൻ്റെ കാര്യം മറിച്ചാണ്. എടാ, ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു പെണ്ണുങ്ങളും പിണങ്ങി പിരിഞ്ഞു പോയിട്ട് സ്വന്തം വീട്ടിൽ അധികകാലം നിന്നിട്ടില്ല. അത് അതിൻ്റെ ഒരു തറവാടിനും നിൻ്റെ മുത്തച്ഛനും കൂടി നാണക്കേടാണ്. എന്ന് വെച്ചാൽ ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്നല്ലേ അമ്മ ഈ പറഞ്ഞു വരുന്നതെന്നിങ്ങനെ ചോദിക്കുവേ. അതേടാ, എനിക്ക് ഉറക്കം നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുവാണേ. അതേടാ, അതുകൊണ്ടാണ് അവളുടെ അച്ഛനും അമ്മയും അവളെ വീട്ടിൽ പിടിച്ച് നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ ആത്മാഭിമാനം പോലും ഇവിടെ പണയം വെച്ചിട്ട് അവളെപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളെന്ന നിലയിൽ എനിക്കിതെല്ലാം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. എന്നല്ലേ എനിക്ക് ഈ കാര്യം ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, എല്ലാവരുമായിട്ടൊന്ന് ആലോചിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണേ. ഈ വിഷയമേ നിൻ്റെ മുത്തശ്ശനുൾപ്പെടെ അവരെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് വീട്ടിരിക്കുന്നത്, പിന്നെ നീ എന്തിനാ അവരോടെല്ലാവരോടും ഇങ്ങനെ ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണേ. എനിക്ക് ഈ വിഷയം എന്താണെങ്കിലും എല്ലാവരുമായിട്ട് സംസാരിക്കണം. എൻ്റെ മനസ്സിലേ അവൾ എന്താണെങ്കിലും ഇല്ല. പിന്നെ അമ്മ എന്നിട്ടിനാണ് ഇഷ്ടമില്ലാത്ത മരുമകളെ തിരിച്ചു വിളിക്കാൻ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദർശം നല്ല നാടകം ഇറക്കിക്കൊണ്ടിരിക്കുകയാണേ. അവളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയാണ്, അവൾ പലതും എന്നിൽ നിന്ന് മറച്ചു വെച്ച് നടക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. ദേവയാനി ഇപ്പോൾ പറയുക ഒരിക്കലും അല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ പറഞ്ഞിട്ട് വരുവേ. കാര്യങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ ആയോ എന്ന് ചോദിക്കുവേ. അപ്പോൾ നയന നല്ലവളാണെന്നാണ് അമ്മ പറയുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, നീ പറയുന്ന പോലെയുള്ള കുഴപ്പങ്ങളൊന്നും നയനമോൾക്കില്ല എന്ന് പറയുവേ. നയന മോളോ? അല്ല, നിന്നെ കഴിഞ്ഞ് ഇളയതല്ലേ, അപ്പോൾ പിന്നെ നയനമോളെന്ന് വിളിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അമ്മേ എനിക്കിപ്പോൾ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ദേവയാനി കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തിനാന്ന് ഇങ്ങനെ ചോദിക്കുവേ. എന്നിട്ട് വാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കൈയൊക്കെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുകയാണേ. പിന്നീട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. അതെ, ഒരു കാരണവശാലും നമുക്ക് നയനമോളെ വിട്ടുകളയാൻ പറ്റത്തില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആദർശ് ഭയങ്കര സീരിയസിലുമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ദേവയാനി സത്യം തുറന്നു പറയുന്നില്ലല്ലോ, അവളത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിനൊരു പരിഹാരം കാണാമായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് ദേവയാനിയും കൂട്ടിയിട്ട് വരികയാണ്. എന്താ മോനെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുവാണ്, അമ്മ പറയുന്നത് നയനെ പോയി വിളിച്ചുകൊണ്ട് വരാനാണ് എന്നിങ്ങനെ പറയുവേ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നതെന്നിങ്ങനെ പറയുവേ. അവൾ ഈ വീട്ടിലില്ലെങ്കിലേ അമ്മയ്ക്ക് ഉറക്കം വരില്ല എന്ന്. അത് കൊള്ളാലോ. അപ്പം മുത്തശ്ശി പറയുകയാണേ, ഇതുവരെ നയന ഈ വീട്ടിലില്ലാതിരുന്നെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന നിൻ്റെ മോനായിരുന്നു, അതിപ്പോൾ നിനക്കായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ജയനും അജയനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുകയാണേ, എന്ത് പറ്റി എൻ്റെ ഭാര്യയ്ക്ക് മോനും മരുമോളും കൂടെ ബന്ധം പിരിയുന്നത് ആഘോഷമാക്കാൻ നടന്നവളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എന്നിട്ട് ഇപ്പോൾ എന്താ അടവ് മാറ്റുവാണോ എന്നിങ്ങനെ ചോദിക്കുക. അന്നത്തേക്കിന് അജയനും പറയുന്നുണ്ട്, അച്ഛ ഇത് ഏട്ടത്തിയുടെ അടവാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് ഇങ്ങനെ പറയുവേ. എനിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നത്, ഉള്ളിൽ സന്തോഷം വെച്ചിട്ട് നീ നിൻ്റെ മോന് ബന്ധം പിരിയാന്ന് പറഞ്ഞപ്പം നയം മാറ്റുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. ഒരിക്കലും അല്ല, ഞാൻ എൻ്റെ മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായി. അത് ശരി. ഇതിനിടയ്ക്ക് നീ നിൻ്റെ മരുമോളെ സ്നേഹിച്ച് തുടങ്ങിയോ എന്നിങ്ങനെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിക്കുവാണേ. അപ്പം നമ്മുടെ ദേവയാനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അതുകൊണ്ടാണ് അമ്മ ഞാൻ അവളെ അടുക്കളയിൽ കയറ്റാതിരുന്നത്, ഞാൻ അവൾക്കെല്ലാം വെച്ച് വിളമ്പിയതും അതുകൊണ്ട് തന്നെയാണ്. ഏട്ടത്തി ദേഷ്യത്തോടെയാണല്ലോ അന്നത് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ സ്നേഹം മറച്ചു വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദേവയാനി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കിനും മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി നമ്മുടെ മരണവുമായിട്ട് മല്ലിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് കള്ള് തരാനായിട്ട് ഒരു പെൺകുട്ടി റെഡിയായി. അവൾ ദാനമായിട്ട് തന്ന കള്ള് കൊണ്ടാണ് ഞാനിപ്പോൾ പഴയ സ്ഥിതിയിലായത് തന്നെ. ഇതൊക്കെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനും നമ്മുടെ ജയനും അജയനും എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ. ഞാനപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചു ആ പെൺകുട്ടി ആരാന്ന്, പക്ഷെ നിങ്ങളാരും പറഞ്ഞില്ല. എന്നാൽ എനിക്കൊരു വാശി അതാരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാനായിട്ട്. എന്നാൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് കണ്ടുകിട്ടി.
അങ്ങനെ തെളിവുകൾ കണ്ടുപിടിച്ച് പോയപ്പോൾ എന്നെ സഹായിച്ച പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് കള്ള് ദാനമായി തന്നവൾ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മരുമകളുടെ രൂപത്തിൽ. ഞാൻ അവളെ എത്രമാത്രം വെറുത്തിരുന്നോ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടി സ്നേഹമാണ് എനിക്കിപ്പോൾ അവളോടുള്ളത്. എന്നാൽ അവൾ കയറി വന്ന നാൾ തൊട്ട് ഞാൻ അവളെ വെറുത്തിരുന്നതുകൊണ്ട്, തള്ളി പറഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സത്യം പറയാനായിട്ട് ഒരു മനസ്സിന് ചങ്കലാപ്പുണ്ടായിരുന്നു. ഞാൻ നയനോട് പോലും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൾ മിടുക്കിയാണല്ലോ. എൻ്റെ പ്രവൃത്തികളിലെ പല സംശയങ്ങളും തോന്നിയിട്ട് അവൾ എന്നെ തിരിച്ചറിഞ്ഞു. അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആൻമരിയും അവരും ചേർന്ന് നടത്തിയ ആ ഫംഗ്ഷനിൽ അവാർഡ് മേടിക്കത്തില്ലെന്ന് നയന പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഈ അവാർഡിന് പിന്നിലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏർപ്പെടുത്തിയ അവാർഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ അവിടെ എത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു. അന്ന് അവിടെ ഒരു നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കാണിച്ചത് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യരുതെന്നും ആരോടും പറയരുതെന്ന് പറയുന്നതും, അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എന്നെ പറ്റിച്ചവർ ഇനി ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ എനിക്കൊരു മറുപടി കൊടുക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണേ. അതും ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച ആദർശും അവൻ്റെ അച്ഛനും. അവരൊന്നും അത്ര പെട്ടെന്ന് അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ചത് അറിയണ്ട ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ദേവയാനി ആലോചിച്ചിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്. ഞാൻ തന്നെ അമ്മളോട് പറഞ്ഞത് ഇതൊന്നും ആരോടും പറയരുതെന്ന്. അതുകൊണ്ടാണ് അവളത് അക്ഷരം പ്രതി അനുസരിച്ചത്. ഞങ്ങൾ നിന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല, കള്ളദാനമായിട്ട് ചെയ്യാനോന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ വിലക്കാണ് ഉണ്ടായത്. ആ കുട്ടിയാണ് മുന്നിട്ടിറങ്ങി നിന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. പിന്നെ മരുമകളാണ് നിന്നെ സഹായിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സഹായം നീ സ്വീകരിക്കുന്നില്ലെന്ന് മോൾക്കും ഞങ്ങൾക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നീ അറിയേണ്ട സത്യം നിന്നിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുന്നുണ്ട്, എന്ന് വെച്ച് ICU കിടക്കുന്ന സമയത്ത് പോലും കൂടെ നിൻ്റെ കയ്യിൽ കേടാക്കിയത് നയനയാണെന്നാണ് നീ പറഞ്ഞുകൊണ്ടിരുന്നത്. അവളെ കാണാൻ പോലും കൂടെ കൂട്ടാക്കിയതും ഇല്ല. അത് തന്നെയാണോ ഏട്ടാ? മനഃപൂർവ്വം നയന പാലിൽ വിഷം ചേർത്തി എന്നല്ലേ ഏട്ടത്തി വിശ്വസിച്ചിരുന്നത്? ജലജയും ജാനകിയും ഒക്കെ അതിനെ പിന്താങ്ങിയപ്പോൾ ഏട്ടത്തി നയനനെ മാറ്റി നിർത്തിയില്ലേ? അങ്ങനെ നീയെ സമ്മതിക്കാതിരുന്നതാണെങ്കിൽ നിന്നെ പിന്നെ ഞങ്ങൾക്കാർക്കും കാണാൻ കൂടി പറ്റില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും കള്ളം പറയാത്ത ഞങ്ങളൊക്കെ നിന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചത്. ഞാനിപ്പോൾ തെറ്റല്ല ഏറ്റു പറഞ്ഞില്ലേ അച്ഛാ? സത്യം പറഞ്ഞ നരമോൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ സത്യം ഏറ്റു പറയാനായിരുന്നു. പക്ഷേ ഒരു നിമിഷം പോലും കൂടെ സമയം കൊടുത്തില്ല അവനത് കേൾക്കാനായിട്ട്. അവൻ്റെ മനസ്സിൽ ആരോ വിഷം കുത്തി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഇവനും പറയണം ഇവൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അമ്മേനിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ദേവേനെ പറയുവേ, അതെന്താണെങ്കിലും എനിക്കറിയത്തില്ല, മര്യാദയ്ക്ക് ഇന്ന് തന്നെ പോയിട്ട് നയന മോളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ഇങ്ങനെ ദേവേനെ പറയുകയാണേ. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇനി അത് നിങ്ങളോട് പറയാനായിട്ട് എനിക്കൊരു നാണവും ഇല്ല എന്നിങ്ങനെ ദേവേനെ പറയുകയാണേ. എനിക്കെൻ്റെ നയനമോൾ വേണം, എനിക്ക് എൻ്റെ നയനമോളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവേൻ ഇങ്ങനെ റാഷാകുവാണേ. അതുകൊണ്ട് നീ പോയിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും മുത്തശ്ശനൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. മോനെ ഞാൻ പറഞ്ഞു നീ പോവില്ലേ, നിൻ്റെ അമ്മയുടെ വാക്ക് നീ കേൾക്കില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിലാണെങ്കിൽ എന്നെ ആലോചിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്